4 വർഷത്തെ എൻജിനീയറിംഗ് ലൈഫ് ഇവിടെ തീരുകയാണ്. മാർച്ച് 26-നായിരുന്നു ഞങ്ങളുടെ ഫെയർവെൽ. 28-ന് ക്ലാസ് തീരുകയാണ്. ഹായ്, ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഡേ സ്കോളറായിട്ട് കോളേജിൽ വന്ന ദിവസം കേട്ടോ. രാവിലെ അവിടെ നിന്ന് ഇറങ്ങി തിരുവല്ല ബസ്സിൽ കയറി, കോളേജ് ബസ്സിൽ കയറി. അപ്പോൾ ടിക്കറ്റ് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ അതിന് ഫൈൻ അടച്ചു. അത് കഴിഞ്ഞ് ഇതാ വൈക്കത്തോട്ടെത്തി. അപ്പം ഈ ആഴ്ച ഇവിടെ നിന്നാണ് പോയി വരുന്നത്. കഴിഞ്ഞ ആഴ്ച അങ്ങനെയാണ് പോയി വന്നത്. അപ്പോൾ ഈ ആഴ്ച ഫുള്ള് ഡേ സ്കോളറായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് അമ്മ ചോറൊക്കെ പൊതിഞ്ഞ് തന്നു വിട്ടു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടുന്ന് പോയതുകൊണ്ട് ഇവിടുന്ന് പൊതിഞ്ഞ് തന്നു വിട്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻസ്പയറായിട്ട് അമ്മ ഇന്ന് എനിക്ക് ചോറ് പൊതിഞ്ഞ് തന്നു വിട്ടു. നല്ല അടിപൊളി വാഴയിലയിൽ പൊതിഞ്ഞ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ചമ്മന്തിയും കണ്ണിമാങ്ങ അച്ചാറും പുളിശ്ശേരിയൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു സദ്യയായിരുന്നു. സദ്യ എന്ന് നമുക്ക് പറയാമല്ലോ, നല്ല അടിപൊളി ഒരു ഊണായിരുന്നു. ഇതാണ് എൻ്റെ ബെസ്റ്റ്മേറ്റ് അങ്കിത. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വൈക്കത്തുനിന്ന് ബസ്സിന് പോകുന്നത്. ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് റെഗുലർ ക്ലാസ് ഉള്ള ഡേ. റെഗുലർ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, ഉച്ചയ്ക്ക് ഫെയർവെലാണ്. എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കരയണോ ചിരിക്കണോ എന്താ ചെയ്യേണ്ട ഒരു വികാരം ഉണ്ടായിരിക്കും. എൻ്റെ ബസ്സിൽ വരുന്ന ബെസ്റ്റ്മേറ്റാണ്, ക്ലാസ്മേറ്റാണ്. ഒരു ബെഞ്ചിലല്ലെങ്കിലും അയൽക്കാരായി ഒരുപാട് നാൾ ഇരുന്നിട്ടുള്ള ആളാണ്. എന്നും സീറ്റ് പിടിക്കാൻ വേണ്ടി ഞാൻ ദൈവങ്ങൾക്ക് വേണ്ടി ഓടുമായിരുന്നു. ഇല്ല, എന്നാലും ചെറുതായിട്ട് സീറ്റൊക്കെ പിടിക്കാൻ ബസ്സിൽ, ക്ലാസ്സിലല്ല ബസ്സിൽ. ക്ലാസ്സിൽ സീറ്റിന് വേണ്ടി അടിയാണെങ്കിലും ഫ്രീ ടൈമിൽ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ഇറങ്ങി ക്ലാസ്സിൽ നിന്ന് കുറച്ച് നേരം പുറത്തോട്ട്. അപ്പോൾ അതാ നയനെ കണ്ടു. നയന എൻ്റെ അന്നയുടെയും എക്സ് റൂംമേറ്റാണ്. ചുമ്മാ ബോറടിച്ചപ്പോൾ. അതുകൂടാതെ കുൽസുവിൻ്റെ എക്സ് സ്കൂൾമേറ്റും കൂടെ ആട്ടോ. ഞങ്ങളുടെ ഫെയർവെൽ ഹോസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ തന്നെ ജൂനിയേഴ്സാണ്. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഇതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് സെമിനാർ ഹാളായിരുന്നു. നല്ലതായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഞങ്ങളുടെ തന്നെ കുറേ ഫോട്ടോസൊക്കെ അവിടെ ഹാങ് ചെയ്തിട്ട് കുറേ ഗെയിംസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നല്ല ഇൻട്രാക്റ്റീവായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. ഞങ്ങളുടെ ഫാക്കൽറ്റീസായിട്ടുള്ള പ്രസീത മിസ്സിനും ദിവ്യ മിസ്സിനും ഞങ്ങൾ ഒരു ഫോട്ടോ ഫ്രെയിമും ഓരോ വാച്ചുമാണ് കൊടുത്തത്. 2 പേർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങൾ 3 വർഷം താമസിച്ച ഹോസ്റ്റൽ. ഫസ്റ്റ് ഇയർ വേറൊരു ഹോസ്റ്റലിലായിരുന്നു, ബാക്കി 3 വർഷം ഇവിടെ ആയിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലത്തെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുൽസുവിൻ്റെ നോമ്പ് മുറിക്കലാണ്. മാർച്ച് 15 ശനിയാഴ്ചയാണ് ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് അമ്മ വരുന്നുണ്ട്. പേരൻസ് ആരെങ്കിലും വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് വെക്കേറ്റിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഇയർ റൂം. അവിടുന്ന് നോക്കിയാൽ കാണുന്നത് ആ വീടാണ് കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് യൂണിഫോം കമ്പൽസറി അല്ല. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം എന്താ കോളേജിലേക്ക് ഇറങ്ങുകയാണ്. 10:30 ആയപ്പോഴത്തേക്കും അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫാക്കൽറ്റിയെ കണ്ടു, പിന്നെ HOD കണ്ടു. ഇനി വൈസ് പ്രിൻസിപ്പളിനെ കാണാനായിട്ടിരിക്കുകയാണ്. ഇന്ന് പ്രിൻസിപ്പൾ ലീവായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയി. ഇവിടെ മദർ ഇല്ലായിരുന്നു, മോണിക്ക സിസ്റ്റർ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. On the screen I see my world unfold, from sandy beaches to Mount Soul, cooking magic in my humble home, DD Creations where we roam. Jump on board, let's take a ride through the city or countryside, flavors melting in your mouth, oh man, living life the best we can. Every click a window to a new place, smiles in every frame on every face, recipes that make your kitchen sing, adventure in every little thing. Jump on board, let's take a ride through the city or countryside, flavors melting in your mouth, oh man, living life the best we can. Inspiration is the key, from my lens to your screen, see, together we explore it
dream too big, no dream too small. Jump on board, let's take a ride through the city of countryside. Flavors melting in your mouth, oh man. Living life the best we can. ജയത്രിയുടെ ഹാപ്പി ബർത്ത്ഡേക്ക് ഞങ്ങൾ മുട്ടായിരുന്നു ആര് വാങ്ങിച്ചു തന്നാ? ഞങ്ങൾ ഞങ്ങൾ